നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ എല്ലാം പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾക്ക് പറയാൻ കഴിയണം. ഇന്ന് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനും കേൾക്കാനും ചിന്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അതിനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥന നടത്തുക എന്നതാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവനോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. അവനും അല്ലാഹുവും നമ്മളും അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു ബന്ധമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും എത്താൻ കഴിയണം. എന്നിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം. നന്മയാർന്ന ജീവിതം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് നയിക്കാൻ കഴിയണം. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അല്ലാഹുവാണ് നമുക്ക് വസ്ത്രം തരുന്നത്. ആ പടച്ച തമ്പുരാനാണ് നമുക്കെല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹിദായത്ത് തരുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അത് നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ട് നമ്മൾ മേടിക്കേണ്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ. നമ്മൾ ധരിക്കുന്ന വസ്ത്രം തരുന്നതും അല്ലാഹുവാണ്. നമുക്ക് നാളെ പടച്ച റബ്ബേ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ സ്വർഗം തരുന്നതും നീയാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് സന്തോഷം തരുന്നത്, നമ്മുടെ ജീവിതത്തിലെല്ലാം നമുക്ക് തരുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ. ഏകനായ പടച്ച തമ്പുരാനാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? ഒരിക്കലും തന്നെ നമ്മൾ അതറിയാതെ പോകാൻ പാടില്ല. അല്ലാഹ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ എല്ലാം. ആ അല്ലാഹനെ നമ്മൾ അറിയേണ്ടതുണ്ടോ? ആ അല്ലാഹനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ദുആ ചെയ്യുന്ന കാര്യത്തിലാണ് എല്ലാം നമുക്ക് വാരിക്കോരി തരാൻ തന്റെ അടിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലാഹ്. ആ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പടച്ച റബ്ബേ ഒരിക്കലും തന്നെ അല്ലാഹ് മടി കാണിക്കാൻ പാടില്ല. അല്ലാഹുവോട് ദുആ ചെയ്യുന്നതിന്റെ കാര്യത്തില്, അല്ലാഹുവോട് നമ്മൾ ചോദിക്കുന്നതിന്റെ കാര്യത്തില് അവിടെ നിന്ന് ഒരിക്കലും നമ്മൾ മടി കാണിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, മല്ലം യദഉല്ലാഹ അലിബല്ലാഹു അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു വിഭാഗത്തെ കുറിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്. ആരാണെന്നറിയോ? മല്ലം യദഉല്ലാഹ, ആരാണ് അല്ലാഹുവിനോട് ദുആ ചെയ്യാത്ത വിഭാഗമാരാ? പടച്ച തമ്പുരാനോട് വിഷമങ്ങൾ പറയാത്ത വിഭാഗമാരാ? തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വിഷമവും തന്റെ സന്തോഷവും തന്റെ സങ്കടങ്ങൾക്കും വേണ്ടിയിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്ത വിഭാഗമുണ്ടല്ലോ. അവരോട് അല്ലാഹുവിന് വല്ലാത്ത ദേഷ്യമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു നടക്കുകയാ, പടച്ച റബ്ബേ എന്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ, എനിക്കെന്ത് എന്റെ കാര്യങ്ങളൊന്നും നടത്തി തരാത്തത്? ഉടമയോട് ചോദിക്കണം ഉമ്മ, ഉടമയോട് ചോദിക്കണം വാപ്പ. നമുക്ക് ജോലിയില്ലേ ചെറുപ്പക്കാരാ? അല്ലാഹ് എന്ന് പറയുന്ന ഉടമയുണ്ടല്ലോ. ആ ഉടമയോട് നമ്മൾ ചോദിച്ചാൽ അല്ലാഹു നമുക്ക് തരുമല്ലോ. നമുക്ക് എല്ലാ കാര്യങ്ങളും റാഹത്താകണോ? നമ്മുടെ കല്യാണം നടക്കുന്നില്ലേ? നമ്മുടെ കയ്യിൽ സമ്പത്തില്ലേ? നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളാണോ? ഇതെല്ലാം നമുക്ക് ശരിയായി കിട്ടണം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും അത് തന്നെയാണല്ലോ. എന്താ ഉടമയായ അല്ലാഹുവോട് ചോദിക്കാൻ നമ്മൾ മടി കാണിക്കുകയാ. പിന്നെ എവിടുന്നാ നമ്മളെ കാര്യങ്ങൾ നടക്കുന്നത്? പിന്നെ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്? അതിനു വേണ്ടി അല്ലാഹുവോട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യണേ. അല്ലാഹുവോട് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യണേ. എൻ്റെ പ്രിയമുള്ളവരെ,
ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന 2 സമയങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പടച്ചു തമ്പുരാന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 സമയങ്ങൾ. തന്റെ അടിമ ഏത് സമയത്ത് ഈ 2 സമയത്ത് ഏത് കാര്യങ്ങളും പടച്ചു തമ്പുരാനോട് ചോദിച്ചാൽ അല്ലാഹു നമുക്ക് നൽകുന്ന 2 സമയങ്ങളുണ്ട്. ഒന്നാമത്തെ സമയം ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? പടച്ച റബ്ബേ, സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ, ആ സമയത്ത് നമ്മൾ പടച്ചു തമ്പുരാനോട് എന്ത് തന്നെ ചോദിച്ചാലും എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മളെ കൈവിടുന്നതല്ല. അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി തരുന്നതാ. രണ്ടാമത്തെ സമയം ഏതാണെന്നറിയോ? മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയമുണ്ടല്ലോ, ആ സമയത്തും റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാ. ഉമ്മ കടമുണ്ടല്ലോ, ഉമ്മ മകളെ കെട്ടിക്കാനുണ്ടല്ലോ, ഉമ്മ മക്കളുടെ വല്ലാത്ത വിഷമങ്ങളുണ്ടല്ലോ. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കൾ കേൾക്കുന്നില്ല എന്ന വിഷമം പറയുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, വീട്ടിനകത്ത് എന്നും പ്രശ്നമാണെന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് ജോലിയില്ല ഉസ്താദ് എന്ന് പറയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. എനിക്ക് മക്കളില്ല എന്ന് പറയുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ടോ. നിങ്ങൾ ഈ സമയം പടച്ച തമ്പുരാന്റെ മുമ്പിലൊന്ന് നിങ്ങൾ കരങ്ങളുയർത്തി ദുആ ചെയ്തോളൂ. നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഉടമയായ അല്ലാഹ് അവിടെ നിന്ന് കാത്തിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളുകളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുക്ക് ദേഷ്യമുള്ളത് ആരാ? പടച്ച തമ്പുരാനോട് ആരാണ് ദുആ ചെയ്യാത്തത്? തന്റെ വിഷമങ്ങൾ അല്ലാഹുവിനോട് പറയാത്തവരാരാണ്? അല്ലേ? ഉടമയോട് പറയണം, പടച്ചോനെ എനിക്കിങ്ങനെ വിഷമങ്ങളുണ്ട് റബ്ബേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ പടച്ചോനോട് പറയണം. നമുക്ക് ജോലി വേണം, മനസ്സിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? നമ്മളൊന്നും പടച്ചോനോട് ചോദിക്കുക, എന്നിട്ട് പറയും അല്ലാഹ് എനിക്ക് ഇന്നാലിന്ന വിഷമങ്ങളാണ്. അല്ലേ? നമ്മുടെ നാട്ടുകാരോട് എല്ലാവരും പറയാം എന്റെ വിഷമങ്ങൾ തീരുന്നില്ല. അയൽവാസിയോട് പറയാണ്, കൂട്ടുകാരോട് പറയാണ്, കൂടപ്പിറപ്പുകളോട് പറയാണ്. എന്താ അതുകൊണ്ട് കാര്യം? അല്ലാഹയല്ലേ നമുക്കെല്ലാം തരുന്നത്, ആ അല്ലാഹയല്ലേ നമുക്കെല്ലാം കാണിച്ചു തരുന്നത്. അതുകൊണ്ടാ അല്ലാഹുവിനോട് ചോദിച്ചോളൂ. നിങ്ങൾ അല്ലാഹുവിന്റെ വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല ഒരിക്കൽ അവിടുന്ന് പറയുകയാ, ഈ പറയുന്ന കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ. നമ്മുടെ മനസ്സിനകത്തേക്ക് ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്കൊന്ന് എടുത്തു വെക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എന്റെ മേലുണ്ടല്ലോ, ഞാൻ എന്റെ മേലുണ്ടല്ലോ അക്രമം അവിടുന്ന് ഹറാമാക്കിയിരിക്കുകയാ. എന്ന് പറഞ്ഞാൽ ഒരു അടിമയോട് ഞാൻ ഒരിക്കലും തന്നെ അക്രമം കാണിക്കുന്നില്ല. ഒരിക്കലും ഒരു അടിമയോട് ഞാൻ ഒരിക്കലും തന്നെ അവിടുന്ന് ഹറാം കാണിക്കില്ല, അക്രമം കാണിക്കില്ല.
എന്റെ പേരിൽ അക്രമം ഹറാമാണെന്ന് അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാ. എന്നിട്ട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, വജഅൽതുഹു ബൈനകും മുഹറമാ. അതുകൊണ്ട് നിങ്ങൾക്കിടയിലും നിങ്ങൾ അക്രമം കാണിക്കരുത്, ഒരാളോട് നിങ്ങൾ അക്രമം കാണിക്കരുത്. വലാ തദ്ലമൂൻ, ഒരാളോട് നിങ്ങൾ തന്നെ അക്രമം കാണിക്കരുത്. എന്റെ പേരിൽ ഞാൻ അക്രമം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും ഒരിക്കലും തന്നെ അക്രമി ആവാൻ പാടില്ല. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളെ വിളിച്ചിട്ട് അവിടുന്ന് പറയാം, അടിമകളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയാണ്, ഞാൻ അക്രമം ഒരിക്കലും കാണിക്കില്ല. അതുകൊണ്ട് നിങ്ങളും ഒരിക്കലും അക്രമം ആവാൻ പാടില്ല. വീണ്ടും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ഇബാദി കുല്ലുകും ളാല്ലുൻ, ഞാൻ ഒരിക്കലും തന്നെ പിഴച്ചവരല്ല, നിങ്ങൾ പിഴച്ചവരാണ്, നിങ്ങൾ എല്ലാവരും പിഴച്ചവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ആർക്കാണ് ഞാൻ ഹിദായത്ത് കൊടുത്തിട്ടുള്ളത് അവരൊഴികെ. ആർക്കാണ് ഞാൻ ഹിദായത്ത് കൊടുത്തിട്ടുള്ളത് അവരൊഴികെ ബാക്കിയുള്ള എല്ലാവരും പിഴച്ചവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, ആ ഹിദായത്തിന് വേണ്ടി നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതുകൊണ്ട് നിങ്ങൾക്ക് ഹിദായത്ത് വേണ്ടേ? ഞാൻ ഹിദായത്ത് തരാത്ത ഒരാൾ തന്നെ രക്ഷപ്പെടൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഹിദായത്ത് വേണ്ടയോ? അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കണേ എന്ന് അതാ ഇവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ. വീണ്ടും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, യാ ഇബാദി കുല്ലുകും ജാഇഉൻ, നിങ്ങളെല്ലാവരും വിശപ്പുള്ളവരാണ്. നിങ്ങളെല്ലാവരും വിശപ്പുള്ള ആളുകളാണ്, വല്ലാത്ത വിശപ്പുള്ള ആളുകളാണ്. എന്നിട്ടതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇല്ലാ മൻ അത്അംതുഹു, നിങ്ങൾ ആർക്കാണ് ഞാൻ റിസ്ക് തന്നിട്ടുള്ളത് അവരൊഴികെ ബാക്കിയുള്ള എല്ലാവരും വിശപ്പുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ പട്ടിണി കിടക്കരുത്. നിങ്ങൾക്ക് വല്ലാത്ത പട്ടിണിയാണെങ്കിൽ, നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പ്രയാസങ്ങളാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയാം. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നിങ്ങൾക്ക് ഒരു പ്രയാസം നിങ്ങൾ വെക്കരുത്. നിങ്ങൾക്ക് ഹിദായത്ത് തരുന്നത് ഞാനാണ്. അത് തരുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഹിദായത്ത് വേണോ? നിങ്ങൾ എന്നോട് ചോദിച്ചോളി. അല്ലേ? നിങ്ങൾക്ക് വിശപ്പ് അല്ലേ? നിങ്ങളെല്ലാവരും വിശപ്പുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും. നിങ്ങൾക്ക് ജോലി വേണോ? എന്നോട് ചോദിച്ചോളൂ. നിങ്ങൾക്ക് സമ്പത്ത് വേണോ? എന്നോട് ചോദിച്ചോളൂ. നല്ല വീട് വേണോ? എന്നോട് ചോദിക്കൂ. നിങ്ങൾക്ക് കടമുണ്ടോ? നിങ്ങൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ? ഈ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടാൻ നിങ്ങൾ എന്നോട് ചോദിക്കണേ, ഞാനത് നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് അതാ വിടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. വീണ്ടും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എല്ലാവരും നഗ്നരാണല്ലോ, നിങ്ങൾ
നിങ്ങളെല്ലാവരും നഗ്നരാണല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ നഗ്നത മറക്കാനുള്ള വസ്ത്രം നിങ്ങൾക്ക് വേണോ? അത് വേണമെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കണേ. നിങ്ങൾ എന്നോട് ചോദിക്കണേ. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് തരുമല്ലോ. ഞാനത് നിങ്ങൾക്ക് തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ. അതാരിക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്? അവർക്കല്ലേ അത് മറക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കത് വേണമെങ്കിലോ, നിങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക എന്നതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. വീണ്ടും അവിടുന്ന് പറയുകയാ, ഇതെല്ലാം അവിടുന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്, നിങ്ങൾക്കൊരിക്കലും തന്നെ എനിക്ക് ഉപകാരം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതേപോലെ തന്നെ നിങ്ങളിൽ ഒരാൾക്കുമുണ്ടല്ലോ എനിക്കൊരു ഉപദ്രവം ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നതല്ല. നിങ്ങൾക്കൊരാൾക്കും തന്നെ എനിക്ക് ഉപകാരം ചെയ്യാനും കഴിയുന്നതല്ല. ഒരു ഉപദ്രവം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതല്ല. അള്ളാഹ്ക്ക് ഉപദ്രവം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ല. എങ്കിൽ അള്ളാഹ്ക്ക് ഒരു ഉപകാരം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ല, അതും കഴിയില്ല. അല്ലേ? ഇതെല്ലാം കാരണം അതിനെല്ലാം കഴിവുള്ളവൻ ആരാ? അതിനേക്കാളും കഴിവുള്ളവൻ ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് എനിക്കൊരിക്കലും തന്നെ ഒരു ഉപദ്രവം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. എനിക്ക് ഉപകാരം ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നതല്ല. വീണ്ടും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഈ ലോകത്ത് കഴിഞ്ഞു പോയ ജനങ്ങളുണ്ടല്ലോ, ഈ ലോകത്ത് വരാനിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന ജനങ്ങളെല്ലാം പടച്ചുറപ്പേ എല്ലാ സൃഷ്ടികളും ഒരു മൈതാനത്തേക്ക് ഒരുമിച്ച് കൂടുകയാ. അവരെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് മനുഷ്യരെന്നല്ല, ഈ ഭൂമി ലോകത്ത് ഞാൻ സൃഷ്ടിച്ച ഒരുപാട് മലക്കുകളുണ്ടല്ലോ, ഒരുപാട് ജിന്നുകളുണ്ടല്ലോ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു മൈതാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് പടച്ച തമ്പുരാനെ എന്റെ മുമ്പിൽ കിടന്നിട്ട് ദുആ ചെയ്താൽ, എനിക്ക് സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്താൽ അവരുടെ ഒരു കാര്യവും അല്ലാഹു തആല ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുമെങ്കിലും എന്റെ അധികാരം വർദ്ധിക്കുന്നതല്ല, എന്റെ ഒരു അധികാരവും വർദ്ധിക്കുന്നതല്ല, എന്റെ സ്ഥാനമാനങ്ങൾ ഒരിക്കലും തന്നെ വർദ്ധിക്കുന്നതല്ല. അതേപോലെ തന്നെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജനങ്ങളോ, വരാനിരിക്കുന്ന ജനങ്ങളോ, പടച്ചുറപ്പേ കഴിഞ്ഞു പോയ ജനങ്ങളോ, ഈ ലോകത്തുള്ള മലക്കുകളും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹുവിന് വേണ്ടിയിട്ട് എതിര് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന് ഒന്നും തന്നെ സംഭവിക്കുന്നതല്ല, അല്ലാഹുവിന്റെ അധികാരത്തിൽ നിന്ന് കുറയുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ, ഈ ഭൂമി ലോകത്ത് വരാനിരിക്കുന്ന ജനങ്ങൾ, കഴിഞ്ഞു പോയ ജനങ്ങൾ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി, ജിന്നുകളും മലക്കുകളും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തു. എന്നാലും അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് കൂടുകയോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അധികാരം വർദ്ധിക്കുകയോ ചെയ്യില്ല. ഇനി എല്ലാവരും ഇതുപോലെ തന്നെ ഒരുമിച്ച് കൂടി പടച്ച റബ്ബിനെ എതിര് ചെയ്തു, എന്നാലും അവിടുത്തെ അധികാരത്തിൽ നിന്ന് ഒരു അടിമണി തൂക്കം പോലും കുറയുന്നതല്ല എന്ന് അതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇനിയോ അല്ലാഹു വീണ്ടും അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും പടച്ച റബ്ബെ ഒരുമിച്ച് കൂടിക്കൊണ്ട്, ഈ ഭൂമി ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് അവിടെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ,
അവിടെ വിഷമങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാനങ്ങ് എടുത്തു തന്നാൽ ഈ ഭൂമി ലോകത്ത് വരാനിരിക്കുന്നവരും കഴിഞ്ഞു പോയവരും പടച്ച റബ്ബേ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളുമായ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊട്ടിക്കരഞ്ഞിട്ട് അവിടുന്ന് വിഷമങ്ങൾ അങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്താൽ അല്ലാഹു തആല തന്റെ ഖജനാവിൽ നിന്ന് അവർക്ക് എടുത്തു കൊടുത്തു. എന്നാൽ എത്രത്തോളമാണ് എനിക്കുള്ള നഷ്ടമെന്നറിയോ? ഒരു സൂചി ഇങ്ങനെ എടുത്തിട്ടോ ഒരു സമുദ്രത്തിൽ ഇങ്ങനെ മുക്കിയിട്ടോ ആ സൂചി ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രയാണോ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കിടക്കുന്നത് ആ സൂചിയിൽ. ഒരു സമുദ്രത്തിൽ സൂചി മുക്കിയിട്ട് ആ സൂചി ഇങ്ങനെ എടുത്തു, അതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എത്രയാകുമ്പോ വെള്ളം ഉണ്ടാവുള്ളൂ. അതുപോലെയാണ് ആ സമുദ്രം പോലെ പരന്നു കിടക്കുകയാണ് ഉമ്മാ അല്ലാഹുവിന്റെ ഖജനാവ്. ഇത്രയും ആളുകൾ ദുനിയാവിൽ അവിടെ ആവശ്യങ്ങൾ മുഴുവനും അവിടെ നിന്ന് ചോദിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല കൊടുത്താൽ ആകെ അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ പടച്ച റബ്ബിന് ചെലവാകുന്നത് സൂചി വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചാൽ എത്രയായുമ്പോ വെള്ളം ഉണ്ടാവുള്ളൂ, അത്രയ്ക്ക് എനിക്ക് ചെലവാകുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹ് പറയാ, നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്ത് ചോദിച്ചാലും നിങ്ങൾ എന്ത് ചോദിക്കുന്നു അത് ഞാൻ തരും. അല്ലേ? നമ്മൾ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, ഒരു നന്മയും നമ്മൾ ചെയ്യണില്ല. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് നമ്മൾ അങ്ങോട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ആ ചോദിച്ച ഉടനെ തന്നെ നമുക്ക് കിട്ടണം. എന്നിട്ട് എന്തായിട്ട് നമ്മൾ പറയും, ഞാൻ ഇന്നലെ പടച്ചവനോട് കുറെ ചോദിച്ചു, എനിക്ക് തന്നിട്ടില്ല, പടച്ചു എന്നെ കൈവിട്ടു എന്നാ തോന്നുന്നത്. പല ആളുകളും പറയാം എങ്ങനെയാണ്, പല ആൾക്കാരും പറയുന്ന വർത്താനമാണത്. എന്റെ പ്രിയമുള്ളവരെ ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത്, ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, നിങ്ങളെ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ആയുസ് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാൻ കഴിയണം. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ടോ? അവിടെയാണ് നമ്മുടെ വിജയമെന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒരു വട്ടം ചോദിച്ചിട്ട് നമ്മൾ അല്ലാഹനെ നമ്മൾ കുറ്റപ്പെടുത്തി പോകരുത്. അല്ലാഹയാണ് പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളണേ, നിങ്ങൾ എന്ത് തന്നെ ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരുമെന്നോ. ഞാനല്ല പറഞ്ഞതോ, അത് അല്ലാഹയാണ് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴും ചില കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ആ ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ പടച്ച റബ്ബേ വുദൂഓട് കൂടി വേണം എൻ്റെ ഉമ്മ നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ മുമ്പിൽ നമ്മൾ ചോദിക്കാനിരിക്കാൻ. എന്ത് വേണം? വുദൂഓട് കൂടെ ഇരിക്കണം. നിങ്ങൾ 2 റക്അത്ത് നമസ്കാരം നമസ്കരിക്കണേ. ദുആക്ക് ഇജാബത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് പറയുന്നത്. ഒന്ന് വുളൂ ചെയ്യണം, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. എന്നിട്ട് നമ്മൾക്ക് അറിയുന്നതായിട്ടുള്ള ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് ചൊല്ലണേ, നമ്മളൊന്ന് പതിവാക്കണേ. ദിക്ർ, സ്വലാത്ത്, തസ്ബീഹുകളൊക്കെ നമ്മളൊന്ന് ചൊല്ലണം. നമുക്കറിയുന്ന ദിക്റുകൾ ഓതണം, ഖുർആൻ ഓതണം. എന്നിട്ട് നമ്മളിങ്ങനെ ആത്മാർത്ഥമായിട്ടിരിക്കണം. നമ്മുടെ തെറ്റുകളെല്ലാം നമ്മൾ പടച്ച തമ്പുരാനോട് പൊറുക്കലിനെ തേടേണ്ടതുണ്ട്.
ഹൃദയം ഒന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ കൊടുക്കണം. കണ്ട തെറ്റ്, കേട്ട തെറ്റ്, ചിന്തിച്ച തെറ്റ്, പറഞ്ഞ തെറ്റ്, നടന്ന തെറ്റ്, പിടിച്ച തെറ്റ്, ഇതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമ്മളൊന്ന് കൊണ്ടുവരൂ. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്തു നോക്കൂ. ആദ്യം നമ്മൾ ആഖിറത്തെ കുറിച്ചിട്ടൊന്ന് ചോദിക്കണേ, ആഖിറത്തെ കുറിച്ചിട്ട് ചോദിക്കണേ. പടച്ച റബ്ബേ, നീ എനിക്ക് നന്മ നൽകണേ അല്ലാ. ദുനിയാവിനെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ആഖിറത്തെ കുറിച്ച് നമ്മൾ പേടിയോടെ കണ്ണീരോടെ നമ്മൾ ചോദിക്കണം. എന്നിട്ട് നമ്മൾ പറയണം, പടച്ചോനെ എനിക്ക് ഇന്നാലിന് ആവശ്യം കൂടെയുണ്ട് അല്ലാ എന്നും കൂടെ അവിടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ദുആ ചെയ്യേണ്ട. ആ ദുആ ചെയ്താൽ നമുക്ക് അറിയാതെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ വരും അല്ലേ? കണ്ണുനീരിങ്ങനെ വരും. ഒരു ദിവസം പോരാ, ഒരു ദിവസം പോരാ, എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മളെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഏറ്റെടുക്കുകയാണ്. നമ്മളെന്താ ചെയ്യാ? നമ്മൾ പടച്ചോനോട് വേണ്ട രൂപത്തിൽ പറയൂല. പിന്നെ നമ്മൾ പടച്ചോനോട് നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട തെറ്റും കേട്ട തെറ്റും പറഞ്ഞ തെറ്റും എല്ലാം നമ്മളൊന്ന് കഴുകി വെക്കണം. കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടോ നമ്മൾ ചേർക്കണം. ഇതൊക്കെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാനുള്ള കാരണങ്ങളാ. അങ്ങോട്ട് പോയിന് പറഞ്ഞുകൊണ്ട് പടച്ചോനോട് കിട്ടൂല. ഇവിടെ കുറച്ച് ഇതിന്റെ മുമ്പ് നമ്മൾ ചെയ്തു കൂട്ടിയ കുറെ കാര്യങ്ങളുണ്ട്. കുടുംബക്കാരുടെ തെറ്റാണ്, ജ്യേഷ്ഠനോട് തെറ്റാണ്, ഉമ്മാനോട് തെറ്റാ, വാപ്പാനോട് തെറ്റാണ്, മൂത്താപ്പാനോട് മിണ്ടൂല, ഇളയമാനോട് മിണ്ടൂല. ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളൊന്ന് തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് വേണം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ അങ്ങ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ച തമ്പുരാനോട് നമ്മൾ ചോദിക്കാൻ. എന്നാലേ അല്ലാഹു തആല നമ്മൾ പറയുന്നത് കേൾക്കുള്ളൂ. നമ്മളെന്താ പറയാ? അല്ലാഹ് ഞാൻ പറയുന്നത് കേൾക്കൂല എന്നല്ലേ അല്ലേ? ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് അല്ലാഹ് തരുന്നില്ല അല്ലേ? ഇതല്ലേ നമ്മുടെ പരാതി. ആ പരാതി നമ്മുടെ കാരണം കൊണ്ട് അല്ലാഹു തആല കേൾക്കാത്ത എന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.